ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു ഗുണമുള്ള വേറൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. എല്ലാവരുടെയും പ്രശ്നമുണ്ടല്ലോ, തലമുടി പൊഴിയുന്ന തലമുടി പെട്ടെന്ന് നരയ്ക്കുന്നു. അപ്പോൾ തലമുടി പൊഴിയാതിരിക്കാനും തലമുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനുള്ള ഒരു ട്രിക്ക്, ഒരു എണ്ണയാണ് ഞാൻ കൊണ്ടത്. ഇത് ഞാൻ 10 വർഷമായിട്ട് ഞാൻ വീട്ടിൽ കാച്ചുന്ന എണ്ണയാണ്. അപ്പം എൻ്റെ മുടി അവിടെ ഇവിടെ 1-2 നരച്ചല്ല, ഒരൊറ്റ മുടി നരച്ചിട്ടില്ല. ഇത് നല്ലെണ്ണയെ ഞാൻ ഒരു 500 ml ഒരു എണ്ണയാണ് കാച്ചുന്നെങ്കിൽ അതിൽ 300 ml ഞാൻ നല്ലെണ്ണ എടുക്കും, 200 ml സാധാരണ വെളിച്ചെണ്ണ. അപ്പോൾ ഇതിനകത്ത് ഇടുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് തല കുളിക്കുന്നത്. ഒരു 15-20 മിനിറ്റ് ഞാൻ കുളിക്കാനായിട്ടൊക്കെ സെറ്റാക്കി 15-20 മിനിറ്റ് ഞാൻ തലയിൽ എണ്ണ തൂത്തിട്ട് നന്നായിട്ട് നമ്മൾ തല ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്യണം. റൗണ്ടിലാണ് മസാജ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ മുടി തലമുടിക്ക് സർക്കുലേഷൻ കൊടുക്കണം. പിന്നെ ഈ സെൻറ്റർ ബാക്കി കൊടുക്കണം. 4 സൈഡ് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ എണ്ണ തൂത്തിട്ട് സെൻറ്റർ കൊടുക്കണം, ബാക്കി കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം എണ്ണ തൂത്തിട്ട്. നമുക്ക് തലമുടിയിൽ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ തലമുടി പെട്ടെന്ന് പൊഴിയുന്നത്. പിന്നെ തലമുടി നരയ്ക്കണത് കുറച്ചൊക്കെ പാരമ്പര്യമാണ്, കുറച്ച് നമ്മൾ കെയർ കൊടുക്കാത്തതുണ്ട്. നമ്മുടെ ടെൻഷനും പിരിമുറുക്കവും കറക്റ്റ് വൈറ്റമിൻ സി വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. ഇത് നമ്മൾ എണ്ണ എടുക്കുക എപ്പോഴും അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും, കുലുക്കി വേണം എടുക്കാൻ കേട്ടോ. ഇതിനകത്ത് ഞാൻ പേരയുടെ ഇലയ്ക്ക് എണ്ണമൊന്നുമില്ല കേട്ടോ. 10, 30, 40, 50 പേരയുടെ ഇല നമുക്ക് ഉണക്കി അത് ഉണങ്ങി വരുമ്പോൾ പൊടിച്ച് അതിൻ്റെ നാര് കളയണം. പൊടിച്ച് നമ്മൾ സെറ്റാക്കി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കറ്റാറ് വാഴയുടെ ജെല്ല് ഒരു 20 ml 25 ml നമുക്ക് എത്രത്തോളം കിട്ടുമോ 10-25 ml. പിന്നെ ഞാനിടുന്ന നെല്ലിക്ക പച്ച നെല്ലിക്ക, അത് മുറിച്ചിട്ട് അത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കും. എന്നിട്ട് പിന്നെ 2 അല്ലി 3 അല്ലി വെളുത്തുള്ളി എന്തിനു നമ്മുടെ തലയിലൊക്കെ താരനുണ്ടോ, തലയുടെ കടി പോകാൻ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ ചുമന്നുള്ളി 2-3 ഇടും, പിന്നെ കുരുമുളക് ഒന്ന് ഇടിച്ചിടും. അപ്പോൾ ഇത്രയും ഇട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. നല്ലെണ്ണ കൂടുതൽ എടുക്കണം. 70% 70% നല്ലെണ്ണയും ബാക്കി നമുക്ക് വെളിച്ചെണ്ണയും. നല്ല വെളിച്ചെണ്ണ എടുക്കണം. ഇത് കരിഞ്ഞു പോകരുത്. നമ്മൾ കാച്ചുമ്പം ഏകദേശം ഒരു 3/4 പാകമായാൽ മതി. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ അത് എണ്ണ നമുക്ക് കൊള്ളത്തില്ല. കരിഞ്ഞു പോകാതെ നിങ്ങൾ കാച്ചിയെടുക്കണം. കാച്ചിയെടുത്തിട്ട് അത് 1 വർഷത്തേക്കൊക്കെ ഉള്ള എണ്ണ നമുക്ക് കാച്ചി വെക്കാം. കാച്ചി എത്രത്തോളം എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കുലുക്കിയെടുക്കണം. അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ തല കുളിക്കേണ്ട ആവശ്യമില്ല. തലയിൽ അതുപോലെ പൊടിയും മണ്ണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം കുളിച്ചാൽ മതി. 1-2 ദിവസങ്ങളില്ല, 2 ദിവസം കൂടെ തല നമ്മൾ എല്ലാ ദിവസവും കുളിക്കാൻ പാടില്ല. അത് തന്നെ അങ്ങനെ കുളിച്ചു. അതുപോലെ തലമുടി നമ്മൾ ചീവുമ്പോൾ തലമുടി 3/4% ഉണങ്ങുമ്പോൾ കൈ കൊണ്ട് ആ ചെട കളയണം. പിന്നെ ഫൈൻ നല്ല ചീപ്പോണ്ട് ചീവണം. അങ്ങനെ തലമുടിയെ നമ്മൾ പതുക്കെ സോഫ്റ്റായിട്ട് വേണം ടച്ച് ചെയ്യാൻ. അതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ തോർത്തുകൊണ്ട് നമുക്ക് മലയാളിക്ക് ഒരു സ്വഭാവമുണ്ട്, തോർത്ത് വെച്ച് ഇങ്ങനെ അടിക്കില്ല തലമുടി പൊട്ടിപ്പോകും. അതുപോലെ ആണുങ്ങളൊക്കെ കുളിക്കുമ്പോൾ തലമുടി വട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തലമുടി പൊഴിയത്തില്ല. അപ്പം ഇനി ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എണ്ണയുടെ വിശേഷങ്ങൾ കേട്ടോ, തലമുടിക്കുള്ള കെയർ. അപ്പോൾ ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.